ഹായ് ഗൈസ്, ഫൈനലി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ കാര്യം, ദിസ് ഈസ് എ ബിലോ ആവറേജ് ലെവൽ മൂവി. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡെഡ്പൂൾ പ്ലസ് വോൾവറിൻ ഇവർ തമ്മിലുള്ള ഒരു കോംബോ പ്രതീക്ഷിച്ച് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡെഡ്പൂൾ ഓൾറെഡി ഒരു നല്ല ഫൈറ്റും ഇതൊക്കെ ഉള്ള ഒരാൾ, വോൾവറിൻ അതിനേക്കാളും വേറെ ലെവൽ ക്യാരക്ടറാണ്. അപ്പോൾ ഈ രണ്ടുപേരും ക്യാരക്ടർ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു പ്രതീക്ഷയുണ്ടാവും. യെസ്, ഡെഡ്പൂളിന്റെ കൂടെ വോൾവറിൻ വരുമ്പോൾ ഒരു വേറെ ലെവൽ ഓഫ് ഒരു ത്രെറ്റിനെ അഗെയിൻസ്റ്റ് ഇവര് വർക്ക് ചെയ്യുകയും അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ട്രെയിലർ നമുക്ക് കിട്ടിയത്. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഹൈപ്പ് വന്ന പോലെ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് നമുക്ക് തോന്നില്ല. ബിക്കോസ് ആ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റോറി അതില്ല. യുനോ, ഡെഡ്പൂൾ 1 and 2 ആ രണ്ട് സിനിമയിൽ തന്നെ ഡെഡ്പൂൾ 2-ന്റെ ആ ക്യാരക്ടർ കേബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമോഷണൽ ജേർണി നമ്മൾ ഇരുത്തി കൊണ്ടുപോയി അവസാനം നമുക്ക് അയാളോട് വരുന്ന ഒരു സോഫ്റ്റ് കോർണർ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ വോൾവറിനോട് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നില്ല. ബിക്കോസ് ആളോടുള്ള ഒരു അപ്രോച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കമ്പയർ ടു ദ പ്രീവിയസ് മൂവീസ്. വോൾവറിൻ മൂവീസിന്റെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം, വോൾവറിൻ മൂവീസിൽ ഈച്ച് ആൻഡ് എവരി മൂവീസിൽ നമുക്ക് വോൾവറിനോട് ഇഷ്ടം വരും. അതാണ് ആ വോൾവറിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു പവർ, അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആളുടെ ഒരു ഇമോഷൻ എക്സ്പ്രഷൻ എവിടെയോ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം വരും ഓട്ടോമാറ്റിക്കലി. അതാണ് ആ ക്യാരക്ടറിന്റെ ഏറ്റവും പിടിച്ചു നിൽക്കുന്ന ഹുക്കിംഗ് എലമെന്റ്. ബട്ട് ദിസ് മൂവി വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ കുറച്ചുകൂടി ഇമ്പാക്ട് കൊണ്ടുവരാറുണ്ട്. കുറെ ക്യാരക്ടേഴ്സ്, ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ക്യാമിയോ വന്ന് പോകുന്നുണ്ട്, അതൊക്കെ വഴിയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതൊക്കെ വെറുതെ ഒരു എന്താ പറയാ, ഒരു ഹൈപ്പിന് വേണ്ടി കൊണ്ടുവന്ന പോലെ ഉള്ള ഒരു ഫീൽ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ ലെവലാക്കാൻ ശ്രമിക്കുന്ന ഒരു മൂവി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ സ്റ്റോറി എന്ന നിലയിൽ ഇത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇട്ട് കാട്ടിയാലും നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസ് വരുള്ളൂ. വോൾവറിൻ എന്ന ക്യാരക്ടറിനോട് ജസ്റ്റിസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല, 100% നോ. ബിക്കോസ് വോൾവറിൻ ഫാൻസിന് തന്നെ ഈ സിനിമ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. കാരണം ആ അറ്റയർ അല്ലെങ്കിൽ ആ വോൾവറിന്റെ അറ്റയർ ഇട്ടിട്ട് ആദ്യത്തെ മൂവിയാണത്. അപ്പോൾ ആ അറ്റയറിലുള്ള ഒരു കോമിക് ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറിന്റെ കിട്ടുന്ന ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ജേർണിയോ ഇതൊന്നും അതിലില്ല. ആകെ കൂടി എനിക്ക് ഈ സിനിമയിൽ കുറച്ചുകൂടി നമ്മൾ വോവ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ സീൻ മാത്രം നമുക്ക് വോവ് അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവറിന്റെ സീൻസിലോ ഇവിടേക്ക് വോൾവറിന്റെ കഥ പറയുമ്പോഴോ നമുക്ക് വോൾവറിനായിട്ടൊരു കണക്ഷൻ ഫീൽ വരുന്നില്ല. അത് ഇറ്റ്സെൽഫ് വീക്ക് പോയിന്റ് ആണ്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ആണ് ഫുൾ ടൈം ഈ സിനിമയിലുള്ളത്. ഇവർ തമ്മിലുള്ള കോമഡി പറച്ചിലാണ് ഈ സിനിമ മെയിൻ ആയിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രോ സീൻ ഡെഡ്പൂളിന്റെ സീനാണ് ആ കൂടിയ ടെംപ്ലേറ്റ് ഓഫ് ദ ഡെഡ്പൂൾ മൂവീസിൽ പെടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഇൻട്രോ സീൻ കാണിച്ചതിന് ശേഷം പിന്നെ ആ സിനിമ പോകുന്നത് കംപ്ലീറ്റ് ഒരു മാർവൽ മൂവി പോലെ ആണ്. സെയിം ലെവൽ ഓഫ് ഗ്രാഫിൽ തന്നെ അങ്ങനെ പോയിട്ടിരിക്കുക. അതില് ചില സമയത്ത് രണ്ടുപേരുണ്ട്, ഇപ്പൊ ഒരു ഫൈറ്റ് ആവാം, രണ്ടുപേരുടെ ഫൈറ്റ് കൊണ്ടുവരുന്നു. അല്ലാണ്ട് അതിനേക്കാൾ ഉപരി ഒരു ഇതിൽ ഈ സമയത്ത് ഒരു ഫൈറ്റ് വന്നു വരുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഈ സമയത്തുള്ള ഫൈറ്റ് മസ്റ്റാണ്. പിന്നെ കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫൈറ്റ് ആയാലും കണ്ടിരിക്കാൻ പറ്റാവുന്നതല്ല. കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കുന്ന രീതിയിലുള്ള ഫൈറ്റുകളാണ് നമുക്ക്. വോൾവറിൻ എന്റെ ഫൈറ്റ് കാണാനായിട്ട് മെയിനായിട്ട് ഈ സിനിമയിൽ ആൾക്കാർ വരുന്നെങ്കിൽ ഇവര് ഒരു സീനിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഫൈറ്റ് ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ വോൾവറിനെ ഒരു രീതിയിലുള്ള എൻഹാൻസിംഗ് ഒന്നും കാണിച്ചിരുന്നില്ല. അതിന് കൂടുതൽ ഒരു ലോ ലെവലിലേക്ക് പോയിട്ടുള്ളൂ. ഈച്ച് ആൻഡ് എവരി മൂവീസിൽ നമുക്ക് വോൾവറിന്റെ സീൻസ് നമ്മൾ വീണ്ടും ഇരുന്ന് കാണും. കാരണം ആളുടെ സ്ക്രീൻ പ്രസൻസ് ഇറ്റ്സെൽഫ് ഫീൽ ലൈക്ക് വർത്ത് വാച്ചിങ് ഇറ്റ്. ബട്ട് ഈ മൂവിയിൽ നമ്മുടെ ഇവന്റെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ട്, ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്, വോൾവറിന് അവിടെ ഉണ്ട് എന്നൊരു തോന്നലല്ലാണ്ട്
നമുക്ക് വൂൾവറിനാണെന്നുള്ളൊരു തോന്നലൊന്നും നമുക്ക് വരില്ല. സിനിമയുടെ അവസാനം ഒരു വില്ലനെ ഒബ്വിയസ്ലി കൊല്ലല്ലോ. ഇത് ഇവര് ഈ വില്ലനെ കൊല്ലണത് ഇവരാണെന്നുള്ളത് വില്ലൻ അറിയില്ല. എന്താ പറയാ, വളരെ മീഡിയോക്കർ ലെവൽ ഓഫ് സ്റ്റോറി റൈറ്റിങ്ങിന്റെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി അവർക്ക് വേറെ ലെവലാക്കാമായിരുന്ന ഒരു പ്ലോട്ട് കൂടിയായിരുന്നു ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് വളരെ മോശപ്പെട്ടു പോയി. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, എന്തിനോ വേണ്ടി ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, മാർബൽ ആയതുകൊണ്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആവാം എന്ന നിലയിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സീനിൽ ഒരു റെലവൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആ സീൻ കൊണ്ട് വെച്ചതെന്നുള്ളത് ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നത് സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഒരു പോർഷൻ അവർ വെക്കാൻ വിട്ടുപോയി എന്നുള്ള നിലയിൽ കൊണ്ടുവച്ച പോലെയാണ് എനിക്ക് മൊത്തത്തില് ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ആസ് എ വൂൾവറിൻ ഫാൻ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. കൂടുതൽ എക്സ്ട്രാ പ്രതീക്ഷിച്ചെന്നായിരുന്നു. അപ്പൊ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ലെങ്കിലും പ്രതീക്ഷനേക്കാളും ലോ ലെവലിലോട്ട്, അല്ലെങ്കിൽ പാസ്റ്റ് മൂവീസിനേക്കാളും ലോ ലെവലിലോട്ട് പോയപ്പോൾ ഒരു സങ്കടം മാത്രം എനിക്കുള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. സോ സിനിമ കണ്ടവർ ഇതിന്റെ അഭിപ്രായം താഴെ അറിയിക്കുക. സോ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ ബൈ.